വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. ഈ ആഴ്ചയിലെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നലെ കേട്ട സന്ദേശം ഹൗ ടു ഡെവലപ്പ് റാഡിക്കൽ ഫെയ്ത്ത്, അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. സോ അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും തയ്യാറെടുക്കാം. ഈ സമയത്ത് പതിവ് പോലെ നമ്മൾക്ക് മോർണിംഗ് ഗ്ലോറി സ്ക്രീനിന് മുമ്പിൽ നിങ്ങൾക്ക് ബൈബിളും നോട്ട്ബുക്കും അപ്പോൾ തന്നെ പാസ്റ്റർ പറയുന്ന പോലെ ഒരു കട്ടൻ ചായ കട്ടൻ കാപ്പിയൊക്കെ എടുത്ത് വെച്ച് ലെറ്റ്സ് ബിഗിൻ ദിസ് ഡേ വിത്ത് പ്രെയർ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ ദിവസം ആരംഭിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. അങ്ങയുടെ ദയ, അങ്ങയുടെ കൃപ ഞങ്ങളിൽ ഈ പുതിയ രാവിലും ഉണ്ടല്ലോ കർത്താവെ. വി ജസ്റ്റ് താങ്ക് യു ലോർഡ് ഫോർ യുവർ മൈറ്റി പ്രസൻസ്. വി താങ്ക് യു ഫോർ കോളിംഗ് അസ് ഫോർ ദിസ് ന്യൂ ഡേ ഫാദർ. ഇന്നത്തെ ദിവസത്തിലെ സകല അനുഗ്രഹങ്ങളും ഞങ്ങൾ പ്രാപിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്ന് നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ എപ്പിസോഡ് സാധ്യമാക്കിയ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കൊരു കീ സ്പോൺസർ ഉള്ളത് സിസ്റ്റർ അഞ്ജന ഫ്രം കൊല്ലം. താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിങ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അഞ്ജന സിസ്റ്ററിനും ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ഈ കുടുംബത്തിൻ്റെ മേൽ വരട്ടെ. എസ്പെഷ്യലി ഫാദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ കാൽമുട്ടിൽ കർത്താവെ ഒരു അത്ഭുതകരമായ സൗഖ്യത്തെ ഞങ്ങളിപ്പോൾ റിലീസ് ചെയ്യുന്നു. അപ്പോൾ തന്നെ ആ ഫാദർ രക്ഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിലുള്ള എല്ലാ വ്യക്തികളും രക്ഷിക്കപ്പെടുവാൻ, സ്നാനമേൽക്കുവാനും വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരു അത്ഭുതം ചെയ്യണമേ. അപ്പോൾ തന്നെ വീട്ടിലുള്ള ആ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം യേശുവിൻ്റെ നാമത്തിൽ മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശരിയായ ഡ്രെയിനേജ് കോർപ്പറേഷൻ നിർമ്മാണിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിനുവേണ്ടിയുള്ള വഴികൾ അങ്ങ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സിസ്റ്ററെ ബ്ലെസ് ചെയ്യുന്നു. നമുക്ക് വേറൊരു കോ സ്പോൺസർ ഉള്ളത് വിജയലക്ഷ്മി ഫ്രം ഇടുക്കി. ആ സിസ്റ്ററിനും കുടുംബത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, വിജയലക്ഷ്മി സിസ്റ്ററിന് ലഭിക്കുവാനുള്ള പണം തിരികെ ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ സഹോദരിയുടെ മകൾ പ്രിയദർശിനിയുടെ വിവാഹം എത്രയും വേഗം നടക്കുവാൻ അതിനുള്ള തക്ക തുണയെ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് റിലീസ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ സകല കടഭാരവും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇന്നത്തെ രണ്ട് സ്പോൺസേഴ്സിനെയും ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു ബോത്ത് സ്പോൺസേഴ്സ്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ നിങ്ങൾക്കും എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഉണ്ട്, തീർച്ചയായും കോൺടാക്ട് ചെയ്താലും. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചന സന്ദേശ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. അതിനു മുമ്പ് ഓർപ്പിക്കട്ടെ, നമുക്ക് UK പ്രത്യേക മീറ്റിംഗ്സ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ എപ്പിസോഡിൻ്റെ ഇടയിലെല്ലാം സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും UK വ്യക്തികൾ ജോയിൻ ചെയ്യുക. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ നിങ്ങളെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. നിങ്ങളൊന്ന് വരണ്ടേ? ചിലരൊക്കെ ഇത് കാത്തിരിക്കുന്നുണ്ട്, എനിക്കറിയാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്നലത്തെ നമ്മുടെ ദൈവവചനം, ഇന്നലത്തെ നമ്മുടെ മെസ്സേജ് എന്ത് തോന്നി കേട്ടിട്ട്? എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങിയോ? ഒരു അൺകോമൺ ഫെയ്ത്ത് അല്ലെങ്കിൽ അസാധാരണ ഒരു വിശ്വാസം ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള പടികളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷനായി ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയും. നിങ്ങളത് മറ്റുള്ളവരോട് പറയണം. ലോകമെമ്പാടും ഈ സന്ദേശങ്ങൾ എത്തിച്ചേരണം. ഇത് ഡയമണ്ട് ബ്രദറിൻ്റെ സന്ദേശമല്ല, ഇത് യേശുവിൻ്റെ സന്ദേശമാണ്, കർത്താവിൻ്റെ വചനമാണ്. നമ്മുടെ ഉത്തരവാദിത്വമാണ് ഇതെല്ലായിടത്തും എത്തിക്കുക എന്നുള്ളത്. ഓക്കെ, നമ്മൾ ഹൗ ടു ഡെവലപ്പ് റാഡിക്കൽ ഫെയ്ത്ത് ഓർ അൺകോമൺ ഫെയ്ത്ത്, അതിനെക്കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ കണ്ടു, വിശ്വാസം എന്നാൽ ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്, കാണാത്ത കാര്യങ്ങളിലുള്ള നിശ്ചയമാണ്, പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. അതുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയൂ. എൻ്റെ അനുഭവത്തിൽ നിന്നുകൂടെ ഞാൻ പറയണം, ഒരു വിശ്വാസിയുടെ ജീവിതവും അവിശ്വാസിയുടെ ജീവിതവും തമ്മിൽ അജഗജാന്തരമുണ്ട്. ആനയും ആടും പോലെ വ്യത്യാസമുണ്ട്. വ്യത്യാസമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് വിശ്വാസമില്ലെന്നാണ്. അപ്പുറത്തെ വീട്ടുകാരും അല്ലെങ്കിൽ അവിശ്വാസികളായി ജീവിക്കുന്നവരും ഞാനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ലെങ്കിൽ പിന്നെ അതിൻ്റെ അർത്ഥം ഈ വിശ്വസിച്ചു എന്നതുകൊണ്ട് എന്ത് നേട്ടം, എന്ത് മാറ്റമുണ്ടായി? ബൈബിളിൽ നമ്മൾ വായിക്കുന്ന പല ബൈബിൾ കഥാപാത്രങ്ങളും
നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഇതിഹാസ പുരുഷന്മാരെ പോലെ അല്ലെങ്കിൽ പ്രത്യേകതയുള്ള ചിലരായിട്ടൊക്കെ കാണും. നോ, അവരാകെ ഉണ്ടായിരുന്ന വ്യത്യാസം എന്ന് പറയുന്ന അവർ വിശ്വാസത്താൽ പല കാര്യങ്ങൾ ചെയ്തു. വിശ്വാസത്താൽ അവർ കാൽച്ചുവടുകൾ എടുത്തു വെച്ചു. സാധാരണ അവരുടെ സമകാലീനരായിരുന്ന പലരും കാണാത്ത കാര്യങ്ങൾ അവർ കണ്ടു, അനുഭവിക്കാത്ത കാര്യങ്ങൾ അവർ അനുഭവിച്ചു, നേടാത്ത കാര്യങ്ങൾ അവർ നേടിയെടുത്തു. ദൈവത്തിന് വേണ്ടി അവർ നിലനിന്നു. ദൈവനാമം ഈ ഭൂമിയിൽ ഉയർത്തിക്കാട്ടെ. ഈ തലമുറയിൽ നമ്മെ ദൈവം അതുപോലെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്, ദൈവനാമത്തെ ഉയർത്താൻ, മറ്റുള്ളവർക്ക് അത് കാണിച്ചു കൊടുക്കാനൊക്കെ. അതിൽ ഞാൻ ഇന്നലെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, യേശുവിനെ വിശ്വാസ ജീവിതത്തിൻ്റെ ബെഞ്ച് മാർക്കാക്കി, അല്ലെങ്കിൽ അതിൻ്റെ നിലവാരം എന്താണോ അത് സെറ്റ് ചെയ്യുക യേശുവിനെ. അങ്ങനെ യേശുവിനെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ യേശുവിലുണ്ടായിരുന്ന വിശ്വാസം പോലെ നമ്മിലും ആ വിശ്വാസം വളർത്തിയെടുക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തണം. അതിനുവേണ്ടി നമ്മളെ തന്നെ ദൈവവചനത്താൽ നിറയ്ക്കണമെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതാണ് രണ്ടാമത് ഞാൻ പറഞ്ഞത്, സാച്ചുറേറ്റ് യുവർ സെൽഫ്സ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. ഞാൻ തുറന്നൊരു ചോദ്യം ചോദിക്കുക, 24 മണിക്കൂറിൽ എത്ര സമയം ദൈവവചനവുമായി ചെലവഴിക്കുന്നുണ്ട്? ചിലരൊക്കെ ഇതൊക്കെ ഒരു മതപരമായ ചടങ്ങ് പോലെ ആക്കി വെച്ചിരിക്കുക. ജോലിക്ക് പോകുന്നതിനും അല്ലെങ്കിൽ എഴുന്നേറ്റാൽ ഉടൻ തന്നെ ഒരധ്യായം ഒന്ന് ഓടിച്ച് ഉറക്കപ്പിച്ചാണ് വായിക്കുന്നത്. ഇന്നലെ വായിച്ചതിനെ ചിലപ്പോൾ ഇന്നും വായിക്കും. ഒന്ന് ഓടിച്ച് ഒരധ്യായം ഞാൻ വായിച്ചു. ചിലർ പുതിയ നിയമത്തിൽ നിന്നൊരധ്യായം, പഴയ നിയമത്തിൽ നിന്ന് ഒരധ്യായം, പിന്നെ ഒരു സങ്കീർത്തനം, ഒരു സദൃശവാക്യം, ഇതൊക്കെ വായിക്കുന്ന പലരും ഉണ്ട്. ഞാനൊന്നും അതിനൊന്നും എതിരല്ല. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. എന്നാൽ ദൈവവചനവുമായി ജീവിക്കുന്ന ഒരു രീതിയുണ്ടോ? കർത്താവ് സാത്താനോട് പറഞ്ഞൊരു കാര്യമാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്ന. അപ്പം എന്ന സ്ഥാനത്ത് നിങ്ങൾ കഴിക്കുന്ന എന്താഹാരവും വെച്ചു. ബ്രെഡ് ആൻഡ് ബട്ടർ, ഇന്നലെ ഞാൻ പറഞ്ഞു പുട്ടും കടലയും, അല്ലെങ്കിൽ കഞ്ഞിയും കറിയും, ചോറും കറിയും, അല്ലെങ്കിൽ പൊറോട്ട, ചിക്കൻ കറി, ബിരിയാണി, നിങ്ങൾക്ക് പറയാവുന്ന യൂട്യൂബിലെ എല്ലാ ഡിഷും പറഞ്ഞു. പക്ഷേ അതുകൊണ്ടല്ല മനുഷ്യൻ ജീവിക്കുന്ന. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങളാലാണ് ജീവിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ നല്ല ആരോഗ്യത്തോടെ ഇരിക്കാം. അതുകൊണ്ടാണല്ലോ എല്ലാവരും കഴിക്കുന്നത്. എന്നാൽ ആത്മീയമായ ആരോഗ്യത്തോടെ, മാനസികമായ ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ, അതാണ് കുറച്ചുകൂടി നല്ലത്. നമ്മുടെ മനസ്സ് ആരോഗ്യത്തോടുകൂടി ഇരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ആവശ്യമുള്ള ദൈവവചനം ചെയ്യുന്നോണ്ടിരിക്കണം. റോമാലേഖനം 12 ആദ്യ വാക്യങ്ങൾ പറയുന്നത് പോലെ നാം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അകത്തേക്ക് ഒരു വളർച്ച ഉണ്ടാകണം, മാനസികാരോഗ്യം ഉണ്ടാകണം. അതിനുവേണ്ടി ദൈവവചനം ധാരാളമായി നമ്മുടെ അകത്തേക്ക് ചെല്ലേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഇന്നലെ പ്രത്യേകിച്ച് കണ്ട അവിശ്വാസം നമ്മുടെ അകത്തേക്ക് വരുന്നത് കേൾവിയിലൂടെയാണ്. വിശ്വാസം വരുന്നത് കേൾവിയിലൂടെയാണ്. അതുകൊണ്ട് എന്ത് കേൾക്കുന്നു എന്നത് വളരെയധികം ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത ചാനലുകൾ കാണരുത്, ആവശ്യമില്ലാത്ത പത്രവാർത്തകൾ വായിക്കരുത്, ഹെഡിങ് വായിച്ച് വിട്ടേക്കണം, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകരുത്. വളരെ മനസ്സിൽ നിരാശ കൊണ്ടുവരുന്ന, സങ്കടം കൊണ്ടുവരുന്ന, ഭയം കൊണ്ടുവരുന്ന പത്രവാർത്തകൾ, TV ന്യൂസുകളൊക്കെ ഒത്തിരി നേരം കണ്ടുകൊണ്ടിരിക്കരുത്. അറിവിന് വേണ്ടി, ഞാൻ എവിടെ ജീവിക്കുന്നു, ഈ ദുനിയാവ് എങ്ങോട്ട് പോകുന്നു എന്നറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. അല്ലാതെ ചിലരൊക്കെ ജീവിക്കുന്നത് ന്യൂസിലാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ചില വീടുകളിൽ ചെല്ലുമ്പോൾ 24 മണിക്കൂറും വാർത്താ ചാനലുകൾ ഓൺ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വെടിവെപ്പ്, ഇവിടെ യുദ്ധം, ഇപ്പുറത്ത് കൊറോണയിൽ ഇത്രയും പേർ മരിച്ചു, പിന്നെ വാഹനാപകടത്തിൽ ഇത്രയും പേർ മരിച്ചു. പിന്നെ രാത്രിയാകുമ്പോൾ വരുന്നൊരു സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് ഈ ഡിറ്റക്റ്റീവിൻ്റെ പോലത്തെ കുറ്റാന്വേഷണത്തിൻ്റെ ഒരു സാധനം, കുറ്റപത്രം, അങ്ങനെയുള്ള കുറ്റാന്വേഷണത്തിൻ്റെ FIR-ഉം അതും ഇതൊക്കെ ആയിട്ടുള്ള കുറേ പരിപാടികൾ രാത്രിയാകുമ്പോൾ വരും. അപ്പോൾ കൊലപാതകം നടന്നു, അതിൻ്റെ പുറകിൽ എന്താണ്, ആരൊക്കെയാണ് കുറ്റവാളികൾ, ഇത് മുഴുവൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എനിക്ക് കുഴപ്പമൊന്നുമില്ല കണ്ടാൽ എന്ന് പറയും. പക്ഷേ നിങ്ങളറിയാതെ വിശ്വാസത്തിനെതിരായി, ആത്മീയ ജീവിതത്തിനെതിരായി, വിശുദ്ധിക്കെതിരായ
പലതും അകത്തേക്ക് ചെന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് അറിയാമോ? ഒരു അൺകോമൺ ഫെയ്ത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രായോഗികമായി ചില തീരുമാനങ്ങൾ എടുക്കണം. എന്താണ് തീരുമാനം? അനാവശ്യമായ ഒന്നും ഞാൻ കേൾക്കുകയില്ല, അനാവശ്യമായ ഒന്നും ഞാൻ കാണുകയില്ല. തീരുമാനിക്കണം. എങ്കിൽ മാത്രമേ ദൈവവചനം വായിച്ചാൽ പോലും, പലരും ചെയ്യുന്നത് രാവിലെ ഒരു അധ്യായം വായിച്ചു, അല്ലെങ്കിൽ ഒരു 2 വചനം വായിച്ചു, അതിനുശേഷം പിന്നെ അങ്ങ് ഈ ലോകത്തിലെ സകലവിധ വാർത്തകളും സകല അഴുക്കും എല്ലാം തന്നിലേക്ക് തന്നെ ഫീഡ് ചെയ്യുക. അറിയാതെ ഇതൊരു ക്യാൻസർ പോലെ മനസ്സിനകത്ത് എന്ന് ആദ്യം രാവിലെ അകത്തോട്ട് പോയ ദൈവവചനത്തെ, ആ വിത്തുകളെ അത് പെറുക്കിയെടുത്ത് കൊണ്ടുപോകും. പക്ഷികൾ, പറവകൾ കൊണ്ടുപോകുന്നത് പോലെ, അല്ലെങ്കിൽ മുള്ളിൻ്റെ ഇടയിലേക്ക് വിതയ്ക്കപ്പെട്ടതുപോലെ ഒരു പ്രയോജനം ഉണ്ടാകില്ല. സോ ബി കെയർഫുൾ. മൂന്നാമത് എനിക്ക് പറയാനുള്ളത്, സ്റ്റേ ഇൻ ഹോപ്പ്. ഒന്നും കാണാതിരിക്കുമ്പോഴും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് വിശ്വാസം. ഒരു വിഷയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ കണ്ടിട്ടില്ല, എപ്പോഴാണ് മറുപടി കിട്ടുന്നതെന്ന് അറിയില്ല, പക്ഷെ അതിനു വേണ്ടി പ്രത്യാശിക്കുന്നു. അത് വരും നിശ്ചയം. ദൈവം അത് ചെയ്യും നിശ്ചയം. അപ്പോൾ പ്രത്യാശയുള്ള ഒരാളുടെ പ്രത്യേകത, പ്രത്യാശയുണ്ടോ ഇല്ലേ എങ്ങനെ അറിയാം? പ്രത്യാശയുള്ള ഒരാൾ അതിങ്ങനെ കണ്ടോണ്ടിരിക്കും. എങ്ങനെ? ഈ കണ്ണുകൊണ്ടല്ല, മനസ്സിൽ അതിങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ജോലി കിട്ടും, ഒരു ജോലി വേണം, ജോലി ഇല്ലാതായിട്ട് കുറേ നാളായി. പ്രത്യാശയുള്ള ഒരാൾ, ഓക്കെ, അപ്പം ഞാൻ ജോലി കിട്ടിക്കഴിയുമ്പോൾ, വെറും മനക്കോട്ടയല്ല കേട്ടോ പറയുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പ്രാർത്ഥനയിൽ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട, എനിക്ക് ജോലി കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ആ ജോലിയിൽ നിന്നും ഞാൻ ദൈവത്തെ മാനിക്കും, വിശ്വസ്തയോടെ ഞാൻ ജോലി ചെയ്യും, ഉഴപ്പില്ല. അവിശ്വാസികളോ മറ്റാര് ജോലി നന്നായി ചെയ്തില്ല, ഞാൻ വിശ്വസ്തയോടെ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യും. ലഭിക്കുന്ന പ്രതിഫലത്തിൽ നിന്ന് ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി ഞാൻ കൊടുക്കും. എൻ്റെ വീടിൻ്റെ കാര്യങ്ങൾ കൃത്യതയോടെ നോക്കും. സേവിങ്സ് ആവശ്യമെങ്കിൽ കൃത്യമായി ഞാനത് മാറ്റിവെക്കും. എല്ലാം ഞാൻ തിന്നു തീർക്കില്ല. കൃത്യമായ ചില തീരുമാനങ്ങൾ, അതെല്ലാം വിഷ്വലൈസ് ചെയ്ത് പ്രത്യാശയോടെ ഇരിക്കുക. എന്നാൽ പ്രത്യാശയില്ലാത്ത ഒരാൾ, എത്ര സ്ഥലത്ത് അപ്ലൈ ചെയ്തു, ഒരാൾ പോലും വിളിക്കുന്നില്ല, എത്ര ഇൻ്റർവ്യൂ ചെയ്താലും എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇൻ്റർവ്യൂ പാസ്സാകും. എപ്പോഴും ഒരുപക്ഷെ കഴിഞ്ഞകാല ജീവിതത്തിലെ പരാജയങ്ങൾ കൊണ്ടാവാം അങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷേ ഐ ആം ഗുഡ് ഫോർ നത്തിങ്, എന്നെ ഒന്നിനും കൊള്ളില്ല, എനിക്ക് ഭാഷാശൈലി ഇല്ല, ഞാൻ സ്മാർട്ടല്ല, എനിക്ക് പേഴ്സണാലിറ്റി ഇല്ല, കരിസ്മയില്ല, ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന് എപ്പോഴും നെഗറ്റീവായി ചിന്തിച്ചു പോകുന്ന രീതി അവസാനിപ്പിച്ച ശേഷം ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരുന്നാലും ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയും മുടങ്ങുകയില്ല എന്ന വചനം, അതുപോലെയുള്ള പല വചനങ്ങളും, പ്രത്യാശ നൽകുന്ന വചനങ്ങൾ, ഉറപ്പ് നൽകുന്ന വചനങ്ങൾ, വിശ്വാസം വർദ്ധിപ്പിക്കുന്ന വചനങ്ങൾ എടുത്ത് ധ്യാനിച്ചുകൊണ്ടിരിക്കുക. 1 കൊരിന്ത്യർ 13:13 കാണുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. And now these 3 remain: faith, hope and love. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3 നിലനിൽക്കുന്നു. പ്രത്യാശ നിലനിൽക്കും. നിന്റെ നിലനിൽപ്പിനുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പ്രത്യാശിക്കുക. റോമലേഖനം 5:5, Romans 5:5 അവിടെ പറയുന്നത്, and hope does not put us to shame. പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. നല്ലൊരു മലയാളം ഞാൻ പറയാം. പ്രത്യാശ നമ്മളെ നാണം കെടുത്തുന്നില്ല. അതാണ് ശരിക്കുള്ള നാടൻ ഭാഷ. പ്രത്യാശ ഒരിക്കലും നമ്മളെ ലജ്ജിച്ചു പോകാൻ ഇടയാക്കുകയില്ല. ദൈവത്തിൽ പ്രത്യാശിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും നാണം കെടേണ്ടി വരികയില്ല. കാരണം ദൈവം നമ്മളെ കൈവിടുകയില്ല. ഉറച്ചു വിശ്വസിക്കുക. ദൈവഹിതമല്ലാത്ത എന്തെങ്കിലുമൊക്കെ പ്രത്യാശിച്ചുകൊണ്ടിരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അത് ചിലപ്പോൾ കിട്ടിയില്ലെന്നിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് ദൈവഹിതമല്ലാത്ത ലൗകികമായ രീതിയിൽ, അനാവശ്യമായ രീതിയിൽ ചിലതൊക്കെ പ്രത്യാശിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. പ്രാർത്ഥന പോലും ദൈവാത്മ പ്രേരിതമായിരിക്കണം, ദൈവാത്മ നിറവിലായിരിക്കണം. എങ്കിൽ മാത്രമേ റിസൾട്ട് കാണൂ.
ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു പ്രത്യാശ നമ്മുടെ അകത്തുണ്ടാകേണ്ടത് ആവശ്യമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെ വായിക്കുമ്പോൾ 10 കുഷ്ഠരോഗികളുടെ കഥ പറഞ്ഞിട്ടുണ്ട്. യേശു ഒരിക്കൽ ജെറുസലേമിലേക്ക് പോകുന്ന ആ വഴിക്ക് ശമരിക്കും ഗലീലയ്ക്കിടയിൽ എത്തിയ ഒരു സമയത്താണ്, ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ 10 കുഷ്ഠരോഗികളെ യേശുവിൻ്റെ അടുക്കൽ വരുന്നു. ദൂരെ നിന്ന് അവർ നിലവിളിക്കാൻ തുടങ്ങി, യേശുവേ നാഥ, ഞങ്ങളോട് കരുണയുണ്ടാകണം. ദൂരെ നിന്ന് നിലവിളിക്കുകയാണ് 10 കുഷ്ഠരോഗികൾ. ദേ വർ ഗോയിങ് ആസ് എ ഗ്രൂപ്പ്. സാധാരണ സൊസൈറ്റിയിൽ അവർക്ക് ഇറങ്ങി നടക്കാൻ സാധ്യമല്ല, ഇവർ ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. കാരണം ഒരു കുഷ്ഠരോഗിക്ക് വേറൊരു കുഷ്ഠരോഗിയുടെ വേദന മനസ്സിലാവും. അവരെല്ലാം കൂടെ കൂട്ടം കൂടി പോയ 10 പേരും ഉറക്കെ നിലവിളിക്കുക. 10 പുരുഷന്മാർ വലിയ വായിൽ, യേശുവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് കരയുമ്പോൾ യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി പുരോഹിതന്മാരെ കാണിക്കും. എൻ്റെ അർത്ഥം, യു ആർ ഹീൽഡ്, ഞാൻ നിങ്ങളെ സൗഖ്യമാക്കിയിരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. പുരോഹിതന്മാരെ കാണിക്കും. എൻ്റെ അർത്ഥം, മോശയുടെ നിയമം അനുസരിച്ച് ഒരാൾ കുഷ്ഠരോഗി ശുദ്ധമായി അല്ലെങ്കിൽ കുഷ്ഠരോഗി സൗഖ്യമായാൽ പള്ളിയിലെ പുരോഹിതനെ സർട്ടിഫൈ ചെയ്യണം. കാരണം ഇന്നത്തെ പോലെ ഡോക്ടേഴ്സ് ഇല്ലല്ലോ, മെഡിക്കൽ കോളേജുകളില്ല, കുഷ്ഠരോഗ ആശുപത്രികളില്ല, ചികിത്സാ മുറകളില്ല. ഏതെങ്കിലും രീതിയിൽ സൗഖ്യം കിട്ടിയാൽ പുരോഹിതൻ സർട്ടിഫൈ ചെയ്യണം ഇയാളുടെ കുഷ്ഠരോഗം മാറി. ആ കുഷ്ഠരോഗം മാറിയത് എങ്ങനെയെന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ചെക്ക് ലിസ്റ്റൊക്കെ ഉണ്ട്. അതെല്ലാം എനിക്ക് തോന്നുന്നു ലേവ്യ പുസ്തകത്തിൽ എവിടെയോ പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന രീതിയിലാണ് അയാൾ ത്വക്ക് പരിശോധിക്കണം, പരിശോധിച്ച് സർട്ടിഫൈ ചെയ്യും ഇയാളുടെ കുഷ്ഠം മാറിയിരിക്കും. പോകാൻ പറഞ്ഞു. അവര് ചെയ്ത പരിപാടി കേൾക്കണം. അവർ പോയി. എൻ്റെ അർത്ഥം, ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ കുഷ്ഠരോഗികളാണ്. സമൂഹത്തിൽ ഇന്നത്തെ രീതിയിൽ ഞാനങ്ങ് പറയുകയാണ്, ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകാൻ സാധ്യമല്ല, ഒരു ബേക്കറിയിൽ പോകാൻ സാധ്യമല്ല, റേഷൻ കടയിൽ പോകാൻ സാധ്യമല്ല, ഇവർക്കൊരു തുണിക്കടയിൽ പോകാൻ സാധ്യമല്ല, ഇവർക്ക് സാധാരണ മനുഷ്യർ പോകുന്ന പോലെ പാർക്കിൽ പോകാൻ സാധ്യമല്ല. എന്തിനു പറയുന്നു? പള്ളിയിൽ പോലും പോകാൻ പാടില്ല. കാരണം അത്രത്തോളം സമൂഹത്തിൽ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട അവരാണ് കുഷ്ഠരോഗികൾ. എന്നാൽ അവർക്ക് ഉള്ളിലൊരു പ്രത്യാശയുണ്ട്. They never wanted to be stuck in that situation. ഈ രീതിയിൽ ഞങ്ങൾ ജീവിച്ച് അടങ്ങുകയില്ല, ജീവിച്ച് തീരുകയില്ല. അവരുടെ ഈ 10 പേരുടെ അകത്ത് ഒരു പ്രത്യാശയുണ്ട്, യേശുവിൽ. യേശു വിചാരിച്ചാൽ ഇത് മാറും, ഞങ്ങളുടെ കുഷ്ഠം മാറും, ചുരുണ്ടിരിക്കുന്ന കൈകൾ നിവർന്നു വരും, ഒരുപക്ഷെ മുറിഞ്ഞു പോയ ആ വിരലുകൾ വളർന്നു വരും, ഭയങ്കരമായി ഡിഫോമിറ്റി, ഒരുപക്ഷെ മൂക്കിൻ്റെ ഈ എഡ്ജൊക്കെ പോയി ആ ഹോള് മാത്രമേ കാണൂ, ചുണ്ടൊക്കെ ഒരുപക്ഷെ വീർത്ത് ഇരിക്കാതിരിക്കാം, അവിടെ ഇവിടെ കഴുകിപ്പോയി കാണാം. എന്നാൽ യേശുവിന് ഈ വൈരൂപ്യത്തെ മാറ്റാൻ കഴിയും, ഈ അഗ്ലി ആയിട്ടുള്ള ഈ കാഴ്ചയെ മാറ്റാൻ കഴിയും. അവർ വിശ്വസിച്ചു. അവരുടെ അകത്തൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. പ്രത്യാശയോടെ യേശുവിൻ്റെ അടുക്കലെത്തി. യേശു അവരെ സൗഖ്യമാക്കി. അതിനുശേഷം താഴേക്ക് വായിക്കുമ്പോൾ അവർ പുരോഹിതന്മാരുടെ അടുക്കൽ പോയി. അവർ സർട്ടിഫൈ ചെയ്തു. മെഡിക്കൽ റിപ്പോർട്ടോടുകൂടി തിരിച്ചു വരുന്നത് പോലെ ഈ 10 പേരും അവിടെ നിന്ന് പുരോഹിതന്മാരുടെ അടുക്കൽ നിന്ന് ഇറങ്ങി. 9 പേര് ഒരുപക്ഷെ അവരുടെ വീട്ടിലേക്കോ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഓടി. ഒരാൾ മാത്രം യേശുവിൻ്റെ അടുക്കൽ തിരിച്ചു വന്നു. തിരിച്ചു വരണമെന്നൊന്നും യേശു പറഞ്ഞില്ല. യേശു നോക്കിക്കൊണ്ടിരുന്നു. യേശു ചോദിച്ചു, 10 പേരെയല്ലേ ഞാൻ സൗഖ്യമാക്കിയത്, 9 പേരെവിടെ? കാരണം ജീസസ് വാസ് എക്സ്പെക്റ്റിംഗ്. ഇൻസ്ട്രക്ഷൻ കൊടുത്തില്ല, തിരിച്ചു വന്ന് എന്നോട് പറയണം സൗഖ്യമായി എന്ന്, സാക്ഷ്യം പറയാൻ വരണേ എന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ അതിലൊരാൾ വന്നു, അയാൾക്ക് നന്ദി ഉണ്ടായിരുന്നു. നമ്മളും അങ്ങനെ ആയിരിക്കണം. കർത്താവ് സൗഖ്യമാക്കി കഴിഞ്ഞാൽ പിന്നെ പോയ വഴി പോകരുത്. ചിലർക്ക് ചിന്തിക്കുന്നത് ബ്ലെസ്സിംഗ് ടുഡേയിൽ പ്രാർത്ഥിച്ചു സൗഖ്യമായി, ഇനിയൊരു എപ്പിസോഡ് കൂടി സ്പോൺസർ ചെയ്തേക്കാം, അതോടെ ആ കടമ അങ്ങ് തീരുമല്ലോ, എന്ന് എനിക്കിനി ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. നോ. യേശു സൗഖ്യമാക്കിയെങ്കിൽ, യേശു ഒരു നന്മ ചെയ്തെങ്കിൽ, നിങ്ങളൊരു സാക്ഷ്യം പറഞ്ഞെങ്കിൽ, നിങ്ങളൊരു എപ്പിസോഡ് സ്പോൺസർ ചെയ്തെങ്കിൽ, ഇനിയുള്ള ആയുസ് യേശുവിന് വേണ്ടി ജീവിക്കണം. യേശുവിനോട് നന്ദി പറയണം. തിരിച്ച് ആ യേശുവിലേക്ക് തന്നെ വരണം.
മറ്റു വഴികളിൽ പോകരുത്. പലരും പോയവർ അതിനേക്കാൾ ഗുരുതരമായ പലതിലും ചെന്നപ്പെട്ട് അവരുടെ ജീവിതം തീർന്നു പോയത് എനിക്കറിയാം. അതിലൊന്നും പോകരുത്. ഓക്കെ, അപ്പോൾ പ്രത്യാശ വേണം. യേശു നമ്മുടെ ബെഞ്ച് മാർക്കായിരിക്കണം വിശ്വാസത്തിന്. കൂടാതെ നമ്മളെ തന്നെ ദൈവവചനത്താൽ നിറയ്ക്കുക. ഫിൽ അവർസെൽസ് വിത്ത് ദ വേർഡ്, സാച്ചുറേറ്റ് അവർസെൽസ് വിത്ത് ദ വേർഡ്. പിന്നെ നമ്മൾ കണ്ടത് നമുക്ക് പ്രത്യാശ ആവശ്യമാണ്. പ്രത്യാശയിൽ തുടരുക, സ്റ്റേ ഇൻ ഫെയ്ത്ത്. പ്രത്യാശയിൽ നിലനിൽക്കുക. പ്രത്യാശ നഷ്ടപ്പെടുന്ന പല സാഹചര്യങ്ങളും വന്നേക്കാം, പക്ഷേ ആ പ്രത്യാശ വീണ്ടും വീണ്ടും നമ്മുടെ അകത്ത് ജ്വലിപ്പിച്ച് നമ്മൾ ആ പ്രത്യാശയിൽ നിൽക്കുക. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ അവസ്ഥ മാറും. ഇത്തിരി വൈകിയാലും എന്നെ ദൈവം കൈവിടില്ല. പിന്നെ ഇരുന്നിങ്ങനെ കാണുക ദൈവം അവസ്ഥകൾ മാറ്റുമ്പോൾ എൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കും, മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവം എന്നെ മാനിക്കും. ഇതൊക്കെ ഇരുന്നങ്ങ് ധ്യാനിക്കുക. നാലാമതൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആക്ട് ഓൺ ദ വേർഡ്. ദൈവവചനത്തെ ആധാരമാക്കി പ്രവർത്തിക്കാൻ തുടങ്ങുക. ഈ കുഷ്ഠരോഗികളാരും ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അവരുടെ യേശു പറയുന്നത് പോയി പുരോഹിതന്മാരെ കാണിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ പ്രത്യേകിച്ച് ചെയ്തിട്ടുണ്ട്, അവർ പോകുന്ന വഴിയിലാണ് സൗഖ്യമായത്. ഹീലിംഗ് ഇസ് എ പ്രോസസ്. എപ്പോഴും ഓർക്കുക, ഈ രോഗസൗഖ്യം, മിറക്കിൾ എന്തായിരുന്നാലും അതിനൊരു പ്രോസസ്സുണ്ട്. ചിലത് ഇൻസ്റ്റന്റേനിയസ് ആണ്. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അത്ഭുതങ്ങൾ നടക്കും. ഇമ്മീഡിയറ്റ് മിറക്കിൾസ്, ഇൻസ്റ്റന്റേനിയസ് മിറക്കിൾസ്. എന്നാൽ ചിലതൊരു പ്രോസസ്സിലൂടെ പോകേണ്ടി വരും. ലൈഫിലെ മാറ്റങ്ങൾ വരുന്നത് ഒരു പ്രോസസ്സിലൂടെയാണ്. ഓക്കെ, അപ്പോൾ യാക്കോബിൻ്റെ ലേഖനം 1:22 പറയുന്നത്, ഡു നോട്ട് മിയർലി ലിസൺ ടു ദ വേർഡ് ആൻഡ് സോ ഡിസീവ് യുവർ സെൽവ്സ്, ഡു വാട്ട് ഇറ്റ് സേസ്. ദൈവവചനം കേൾക്കുക മാത്രമല്ല, തങ്ങളെ തന്നെ വഞ്ചിക്കാതെ അത് പ്രവർത്തിക്കുന്നവരായും ഇരിപ്പിൻ. അതിനെ അനുസരിക്കണം, ദൈവവചനം അനുസരിക്കണം. അതിൻ്റെ അർത്ഥം നമ്മൾ വിശ്വാസത്തെ ബേസ് ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യണം. ഞാൻ എൻ്റെ അനുഭവങ്ങളൊക്കെ, പണ്ട് കാലത്തെ കൊച്ചു കൊച്ചു അനുഭവങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ കുഞ്ഞുങ്ങൾ 2 പല സ്ഥലങ്ങളിൽ ശുശ്രൂഷയ്ക്ക് പോകണം, വേഗത്തിൽ പോകണം. പക്ഷേ അന്നൊരു ബൈക്ക് മാത്രമേ ഉള്ളൂ, ഒരു കാറ് വേണം. അതിനുവേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴേക്കും ആദ്യമേ എൻ്റെ കയ്യിൽ വന്നത് കാറല്ല, ഒരു കീ ചെയിനാണ്. അപ്പം നമ്മുടെ ഓഫീസിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു ആൻറ്റി ഉണ്ട്, ഒരു ജോസഫൈൻ ആൻറ്റി. ഈ ആൻറ്റി ഒരു ദിവസം വഴിയെ പോയ സമയത്ത് എൻ്റെ കയ്യിലൊരു കീ, നല്ല ഭംഗിയുള്ളൊരു കീ ചെയിൻ കൊണ്ടുവന്ന് തന്നിട്ട് പറഞ്ഞു, ഇത് വെച്ചോ, ഞാൻ ഇത് വെച്ചു, കാറ് വരുമ്പോൾ ഇടാം. അപ്പം എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ഒരു കാര്യം മനസ്സിലായി. വിശ്വാസത്താൽ ഈ കീ ചെയിൻ സൂക്ഷിച്ചു വെക്കുക. അപ്പോൾ കാറ് ദൈവം തരും. കാറ് മേടിക്കാനുള്ള കാശോ കാറ് മേടിക്കാനുള്ള വകുപ്പോ ഇല്ല, പക്ഷെ കാറ് വരും. കീ ചെയിൻ വന്നെങ്കിൽ കീ ഇടാനുള്ള ആ കീ വരും, അത് ഓടിക്കാനുള്ള കാറും വരും എന്ന് ഞാനങ്ങ് വിശ്വസിച്ചു. ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പഴയതാണെങ്കിലും ഒരു കാറ് വന്നു. അത് കൊച്ചു ഒരു അനുഭവം ഞാൻ പറഞ്ഞതന്നുള്ളൂ. ഇതുപോലെ കുട്ടികളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേര് അവരാദ്യം ചെയ്യുന്നത്, ഒരു കുട്ടി ഉടുപ്പുകൾ, കൊച്ച് പൗഡറിൻ്റെ ടിന്ന്, കുട്ടിയെ കുളിപ്പിക്കാനുള്ള ബേബി ഷാമ്പു തുടങ്ങിയതൊക്കെ മേടിച്ചു വെക്കും. തൊട്ടിൽ മേടിച്ചു വെച്ചവരെ എനിക്കറിയാം. തൊട്ടിൽ ആദ്യം തന്നെ മേടിച്ചു വെച്ചു. പ്രഗ്നൻ്റ് ആയിട്ടില്ല, ന്യൂസൊന്നും വന്നിട്ടില്ല, യാതൊരു ലക്ഷണമില്ല. വർഷങ്ങൾ കഴിഞ്ഞു, പലതും പരാജയപ്പെട്ടു. മരുന്ന് പരാജയപ്പെട്ടു, IVF പരാജയപ്പെട്ടു, എല്ലാം പരാജയപ്പെട്ടു. പക്ഷേ ഇല്ല. അവർ പ്രത്യാശയോടുകൂടി നിന്നു. മാത്രമല്ല, they started acting upon the word. ദൈവവചനം അനുസരിച്ച് അവർ ചില സ്റ്റെപ്പുകൾ എടുത്തു. എന്നതുകൊണ്ട് അൺറീസണബിളായി ചില മണ്ടത്തരങ്ങളൊക്കെ കാണിച്ച് വിഡ്ഢിവേഷം കെട്ടാനൊന്നുമല്ല ഞാൻ ഈ പറഞ്ഞത്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവിൽ വിശ്വാസം വരുമ്പോൾ നമ്മൾ ദൈവാത്മ പ്രേരിതമായി ചെയ്യുന്ന ചില കാര്യങ്ങൾ, ഇതുപോലെ ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രാവചനികമായി, പ്രൊഫറ്റിക്കായി പല കാര്യങ്ങൾ. ഞാൻ ഇന്ന് അതിനു വേണ്ടി സമയമെടുക്കുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ഐ റിയലി വോണ്ട് ടു എൻകറേജ് യു ടു ആക്ട് അപ്പോൺ ദ വേർഡ്. ചുമ്മാ വായിച്ചു വിടാതെ
അതിലങ്ങ് വർക്ക് ചെയ്യാൻ തുടങ്ങുക, മൂവ് ചെയ്യാൻ തുടങ്ങുക. വളരെ വേഗത്തിൽ 1-2 കാര്യങ്ങളോട് പറഞ്ഞേക്കാം. പ്രേ ഇൻ ദ സ്പിരിറ്റ്. നമ്പർ 5, ആത്മാവിൽ പ്രാർത്ഥിക്കുക. ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അറിയാം, പരിശുദ്ധാത്മാവിൻ്റെ ഭാഷകളിൽ പ്രാർത്ഥിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ടൊരു വശം. കൂടാതെ ഞാനിങ്ങനെ കൂടെ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാ പ്രേരിതമായി പരിശുദ്ധാത്മാവിൻ്റെ ഇൻസ്പിറേഷനിൽ പ്രാർത്ഥിക്കുക. യൂദായുടെ ലേഖനം 1:20 പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും. അവിടെ പറയുന്നത് ഇങ്ങനെ, ബട്ട് യു ഡിയർ ഫ്രണ്ട്സ് ബൈ ബിൽഡിംഗ് യുവർ സെൽവ്സ് അപ്പ് ഇൻ എ മോസ്റ്റ് ഹോളി ഫെയ്ത്ത് ബൈ പ്രേയിങ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. അതായത് നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ കണക്ട് ചെയ്തുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിക്കുക. അപ്പോൾ വിശ്വാസമായിട്ടുള്ള കണക്ഷൻ കൊണ്ട് ആത്മാവിൽ പ്രാർത്ഥനയ്ക്ക്, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. പിന്നൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഒരു കാര്യത്തിന് വേണ്ടി വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രത്യാശയിൽ നിറയുന്നു, വചനം നിറയ്ക്കുന്നു, എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇനി പറയുന്നത് പലർക്കും ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഒരു റിസൾട്ടും കിട്ടാതെ, ഒന്നും കാണാതെ തന്നെ ദൈവത്തിന് നന്ദി പറയുക, ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുക. ഞാനൊരു വാക്യം തന്നോട്ടെ. ഫിലിപ്പ് ലേഖനം 4:6, ഡു നോട്ട് ബി ആൻഷ്യസ് അബൌട്ട് എനിത്തിങ് ബട്ട് ഇൻ എവറി സിറ്റുവേഷൻ ബൈ പ്രേയർ ആൻഡ് പെറ്റിഷൻ വിത്ത് താങ്ക്സ് ഗിവിംഗ് പ്രസന്റ് യുവർ റിക്വസ്റ്റ് ടു ഗോഡ്. അതിനെക്കുറിച്ചും ടെൻഷൻ അടിക്കേണ്ട. എല്ലാ സാഹചര്യത്തിലും ആകെ ചെയ്യേണ്ടത് എന്താണ്? പ്രാർത്ഥന, അപേക്ഷ, ഇതൊക്കെ നടന്നോട്ടെ. ആ കൂട്ടത്തിൽ എന്ത് ചെയ്യണം? സ്തോത്രത്തോടുകൂടെ, നന്ദിയോടുകൂടെ, നന്ദി പറഞ്ഞുകൊണ്ട് പ്രസന്റ് യുവർ റിക്വസ്റ്റ് ടു ഗോഡ്, ദൈവത്തോട് ആവശ്യങ്ങൾ പറയുക. വേറെ ഭാഗത്ത് യേശു പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥന അപേക്ഷിച്ചാൽ അത് ലഭിച്ചു എന്ന് വിശ്വസിക്കുക. ഞാനിതിനെ പറയുന്നത് അഡ്വാൻസായി ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങും. കർത്താവേ, നീ അത് തന്നു, നന്ദി കർത്താവേ, നന്ദി, അത് തന്നു, അത് ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് പ്രൈസിങ് ഗോഡ്. ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അൺകോമൺ ഫെയ്ത്ത് നമ്മുടെ അകത്ത് വരും. ഈ അസാധാരണമായ വിശ്വാസത്തിൽ നമ്മൾ ചില റിസൾട്ടുകൾ കാണാൻ തുടങ്ങുമ്പോൾ അതിനേക്കാൾ വലിയ വിശ്വാസം നമ്മുടെ അകത്ത്, അല്ലെങ്കിൽ ആ വിശ്വാസം ഒന്നുകൂടെ സ്ട്രോങ് ആയി മാറും. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഇതിന്ന് വാച്ച് ചെയ്തെല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്ന ഒരു അൺകോമൺ ഫെയ്ത്ത് എല്ലാവരിലും വന്നു ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തിൽ ബ്ലസ് ചെയ്തിരിക്കുന്ന കർത്താവേ, നിങ്ങളുടെ വിഷയങ്ങൾ എന്താണെങ്കിലും, രോഗമുണ്ടെങ്കിലും, എവിടെ വിടുതൽ വേണമെങ്കിലും ഇപ്പോൾ ഇങ്ങോട്ട് കൈനീട്ടുക. നമുക്ക് ഒരുമിച്ച് അങ്ങ് പ്രാർത്ഥിക്കാം, കൈനീട്ടി പിടിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇൻ്റർവ്യൂ സക്സസ് ആകട്ടെ. ജോലി ലഭിക്കേണ്ടവർക്ക് ജോലി ലഭിക്കട്ടെ. വിവാഹം നടക്കേണ്ടവർക്ക് വിവാഹം നടക്കട്ടെ. ജീവിതത്തിൽ കൊച്ചു കൊച്ചു ആവശ്യങ്ങളാണെങ്കിൽ പോലും കർത്താവേ, നീയാണ് ചെയ്യാനുള്ളവൻ, അങ്ങാണ് കരുണയുള്ളവൻ. വലിയ അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. രോഗികൾ ഏത് രോഗമാണെങ്കിലും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചിലതിടാം, ഒരു ലൈക്ക് കൊടുക്കാം. എനിക്കല്ല, യേശുവിൻ്റെ വചനത്തിന്. പ്രാർത്ഥന വിഷയങ്ങളുള്ളവർ പ്രാർത്ഥന പ്രെയർ ലൈനിൽ വിളിച്ചു പറയുക. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവരോട് കൂടെ പറയുക. മറ്റുള്ളവർക്ക് എൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കുക. ബ്ലെസ്സിംഗ് ടുഡേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബ്ലെസ്സിംഗ് ടുഡേ ബുക്സ് വാങ്ങി വായിക്കുക. ആമസോണിൽ ലഭ്യമാണ്. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.